ഗസ്റ്റിന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടെങ്കിൽ അതിൻ്റെ പുണ്യം കൊണ്ട് പടച്ചോൻ എൻ്റെ അത്താക്ക് അവിടെ ആരെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കാനുള്ള ഒരു ആളിനെ പടച്ചോൻ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആ ഒരു മനസ്സിലൊരു വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളാണ്. കാരണം എൻ്റെ അത്താനെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായിട്ടാണ്. എൻ്റെ അത്താനെ എവിടെയെന്ന് തന്നെ എനിക്കറിയില്ല. എൻ്റെ അത്ത ഏത് നാട്ടിലുണ്ടോ, എങ്ങനെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അത്താൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അത്തയാണ്. എന്തൊക്കെ പ്രാന്തനായാലും എങ്ങനെയൊക്കെ ആയാലും എൻ്റെ അത്തയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു പെട്ടെന്നൊരു ഒരു എന്താ പറയുക, ഒരു ആലിറാത്ത് പോലെ വന്നതാണ് അത്ത. ഇവൾ ഈ അത്ത എന്ന് പറയുന്ന ആരാന്നല്ലോ, ഇവൾ ഉപ്പാന. ഒരു വീഡിയോയിൽ ഒരു ലൈവിൽ ഇവൾ പറഞ്ഞിട്ടുണ്ട്, അത്ത ഉണ്ടാക്കീന് 3 ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇളക്കീന് എന്നെല്ലാം പറഞ്ഞവളാണ്. ഇപ്പോൾ ഒരു പിന്നെ ലൈവിൽ വന്നിട്ട് പറയുന്നത് എൻ്റെ അത്ത എവിടെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിനോ എന്നറിയില്ല. എല്ലാം പറയുന്നത് ഈ ഒരു ലൈവിലാണ്. അങ്ങനെ എല്ലാം പറയാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത് എന്നാണ് ഇവിടെ വിചാരം. എവിടെയാണെങ്കിലും എന്താ പറയുക, പറിച്ചോൻ നിറയെ ആയുസ് ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ അത്താക്ക് ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കട്ടെ. എൻ്റെ അത്താൻ്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട്, അത് പെങ്ങന്മാരത്തൊക്കെ പോവലുണ്ടാവും, അതെനിക്കറിയാം. പക്ഷെ എനിക്ക് കാണാൻ പോതിയായി. കാരണം എവിടെയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും, പക്ഷെ എനിക്കറിയില്ല ആ മനുഷ്യൻ എവിടെയെന്ന് എനിക്കറിയില്ല. നമ്മളില്ലേ തെരഞ്ഞു പോകേണ്ട അവസ്ഥ, എവിടെയും തെരഞ്ഞാലും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്വേഷിപ്പുവിൻ കണ്ടെത്തുമെന്നാണ്. അപ്പം നീ അന്വേഷിച്ച് എന്തായാലും ഏതൊരു കാര്യമായാലും കണ്ടെത്താൻ പറ്റും. നിൻ്റെ ഇപ്പം ഈ ഒരു സങ്കടത്തിലെല്ലാം ഒരു സത്യം ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേങ്കിൽ നമ്മൾ ഒരു മുഖം കൊണ്ട് കിണറത്തുള്ള പല മുഖം കൊണ്ട് കയറാൻ കഴിയില്ല എന്ന് പറയലുണ്ട്. അതുപോലെ ഇപ്പം നിൻ്റെ അവസ്ഥ പറയുമ്പം തെറ്റും കുറ്റങ്ങളും ഒരുപാട് വിളിച്ചു പറയും. ഇന്ന് ഇവിടെ ഉണ്ടാവും, നാളെ അവിടെ ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ പാലക്കാട് തന്നെ ചുറ്റുണ്ടാവും, പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇവളെ ലൈവ് കാണാനായ കാലം മുതൽ നമ്മളിപ്പം ഇവൾ ഈ ഉപ്പാനെയും ഉമ്മാനെയും കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇവൾക്ക് ആ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് സങ്കടം വരെ വരുന്നുണ്ട്. അത് സത്യമാണെന്നറിയില്ല. ഇനി ഇതേപോലെ എന്താ പറയുക, തെറ്റും കുറ്റവും പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിട്ട് ഇനി ഇവൾ എന്താ പറയുക, അവൾക്ക് സങ്കടമില്ലതുപോലെ അഭിനയിക്കുന്നതെന്നറിയില്ല. മനുഷ്യന്മാരാണ്, പല മുഖമാണ്. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും മാറാനൊരു മനുഷ്യന് കഴിയും. അതാണ് ഇവളിപ്പോഴത്തെ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക, നമ്മളുടെ മനസ്സ് നമ്മളുടെ അത്തയാണ്, കഷ്ടപ്പെടുന്നുണ്ടാവും, എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും, തെരുവിൽ കിടക്കുന്നുണ്ടാവും, ആർക്കറിയാം. ഇപ്പോൾ നിൻ്റെ അത്ത തെരുവിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ 3 മക്കളാണ്. കാരണം എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് ജന്മം തന്ന് കഷ്ടപ്പെട്ട് നിങ്ങളെ പോറ്റി നിങ്ങൾ ഒരാളെ കയ്യിൽ പിടിച്ച് കൊടുക്കുന്നത് വരെ അവർക്ക് ഒരു നല്ലൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇപ്പം അവരിപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയായപ്പം നിങ്ങളെല്ലാവരും അവരെ ചാടി. ഇത് നിങ്ങളെ 3 ആളെ, നിങ്ങൾ മക്കളെ 3 എന്ന് പറഞ്ഞില്ല, നിങ്ങൾ എത്രയാണോ മക്കൾ, ആ മക്കളെ കഴിവ് കെടാൻ ഒരിക്കലും പ്രായമായ ഒരു ഉപ്പാനും ഉമ്മാനും ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല. അവരെത്ര ബുദ്ധിമുട്ട് നമ്മളെ ചെയ്തു കഴിഞ്ഞാലും ക്ഷമയോടുകൂടി നോക്കേണ്ടത് അതൊരു മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. നീ അതല്ലല്ലോ ചെയ്തിന്. നീ ഇന്നിപ്പം നിന്നെ ഉണ്ടാക്കിയ എൻ്റെ ഉപ്പ എവിടെയാണെന്നറിയില്ല. എന്നെ പ്രസവിച്ച നിൻ്റെ ഉമ്മാനെ നീ തള്ള എന്തെല്ലാമാണ് നീ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിനി. അപ്പം ഇന്ന് നമ്മളൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ അത്തക്ക് ആരെങ്കിലുമൊക്കെ ഫുഡ് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നുള്ള ഒരു മനസ്സിലൊരു ഏക്കം കൊണ്ട് ഞാൻ ചെയ്യണതാണ് ഇതൊക്കെ. ഇന്ന് നീ ഒരു ഉപകാരം ചെയ്താൽ ആ ഒരു ഉപകാരം മാത്രമല്ല കിട്ടുക. നാളെ നീ നിൻ്റെ മക്കളെ മുന്നിൽ നിന്ന് ഇങ്ങനെ നിൻ്റെ ഉപ്പാനും ഉമ്മാനും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അതും നിനക്ക് തിരിച്ചു കിട്ടും. എല്ലാം തരുന്നത് പഠിച്ചവനാ കേട്ടാ. ഒരിക്കലും നമ്മൾ മക്കളെ മുന്നിൽ നിന്ന് ഒരു നമ്മളെ കുടുംബക്കാരെയും നമ്മളെ ഹസ്ബൻഡിനെ ഒരാളും താത്തി പറയാൻ പാടില്ല എന്നാണ്. അപ്പം നീ ഇന്ന് ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ ആ ഉപകാരത്തിൻ്റെ ഒരു കൂലി മാത്രമല്ല കിട്ടൽ. നീ നാളെ ഇവരെ ഈ പറഞ്ഞതിൻ്റെ കുറ്റവും കൂടി നീ തന്നെ എടുക്കേണ്ടി വരും. അത് നാളെ നിൻ്റെ മക്കളെടുത്ത് നിന്ന് നിനക്കും കിട്ടും. അതിലെ കാലം അങ്ങനെയാണ്. പിന്നെ വേറെന്താ, അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അത് ഉപ്പില്ലാത്തവർക്ക് നമുക്ക് എൻ്റെ അത്താൻ്റെ സ്നേഹം ഞാൻ പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മളെ വിരുന്ന് കൊണ്ടുപോകും, പെങ്ങന്മാരോടേക്ക് കൂട്ടിയിട്ട് പോവും, വരും പോവും. പക്ഷെ ഇപ്പം ആളെവിടെയെന്ന് തന്നെ എനിക്കറിയില്ല, ഞാൻ കാണലില്ല. നാട്ടിലാകുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വരും, ആള് വരലുണ്ട്. അളാമ്മ ചായ വെച്ച് കൊടുക്കും, എന്തെങ്കിലും ഭക്ഷണമൊന്നും വാങ്ങലില്ല, അങ്ങനെ കഴിക്കലുമില്ല ആള്. അപ്പോൾ ഇളയമ്മയാണ് നല്ല മനുഷ്യവർഗത്തിൽ പെടുന്നത്. ആ ഇളയമ്മയെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂലിയും പുണ്യമൊക്കെ ഇളയമ്മക്ക് കിട്ടും. ഇതിപ്പം ഞാൻ പറയുമ്പോൾ അഥവാ ഈ വീഡിയോ കാണാൻ നിനക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ഇതിന്
മറുകൈയായിട്ട് ഇടുകയൊന്നും വേണ്ട. ഇളയമാൻ അനക്കറിയാം, ഇളയമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരിക്കലും ഒരാളെയും കുറ്റം പറയണ്ട. നമ്മളും ഒരുപാട് കുറ്റങ്ങളുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മളെ കുറ്റം നമുക്ക് കാണൂല, മറ്റുള്ളവർക്കാണ് നമ്മളെ കുറ്റങ്ങൾ കാണൽ. അപ്പോൾ നമ്മൾ ആരും പരസ്പരം കുറ്റം പറയണ്ട. നമ്മൾ ഇന്ന് കുറ്റം പറഞ്ഞാൽ നമ്മളെയും കുറ്റം പറയും എല്ലാവരും. അപ്പോൾ എന്താ പറയുക, പറ്റ മെലിഞ്ഞ് ഒട്ടി ഉണങ്ങി എന്തൊക്കെയായി തീർന്നിട്ടുണ്ട്. അറിയില്ല എവിടെയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ നല്ലൊരു പ്രാപ്തിയിലുണ്ട്. പക്ഷെ ആളെ കിട്ടണ്ടേ? കയ്യിൽ കിട്ടിയാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ ആളെ തിരഞ്ഞുകൊണ്ട് നടക്കാനുള്ള സമയം എനിക്കില്ല. എവിടെ പോയിട്ടാ തിരയുക, എവിടെ അന്വേഷിക്കുക, ആരുടെ അടുത്താണെന്ന് പറയുക. നമ്മൾ ഫോണൊക്കെ നമ്മൾ കയ്യിലുണ്ട് കാരണം വിളിച്ചു ചോദിക്കാം. പക്ഷെ ഇത് ഫോൺ ഉപയോഗിക്കാനുള്ള ബുദ്ധിയില്ല, വിവരമില്ല. അങ്ങനെ നടക്കുന്നുണ്ട്. അത്താനെക്കുറിച്ച് ചിന്തിക്കുമ്പം സാജിദക്ക് എന്തൊരു സങ്കടം ഉണ്ടല്ലേ. ഇപ്പം സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് മുന്നേ തന്നെ ചെയ്തിരിക്കണം. എല്ലാം സംഭവിച്ചതിന് ശേഷം നമ്മൾ ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പം നീ അന്വേഷിച്ചാൽ എന്തായാലും കണ്ടെത്താനാവും. നീ നല്ല മകളാണെങ്കിൽ. പഠിച്ചവനെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവുമായിരിക്കും, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പണ്ടൊക്കെ ഹോട്ടലുകളിലൊക്കെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെടിപ്പണിയായിരുന്നു. അപ്പം പാലക്കാടൊക്കെ ഞാനും വെക്കും പോണ ടൈമിലൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. ഇപ്പോൾ എൻ്റെ അത്താനെ ഞാൻ കാണലേ ഇല്ല. ഇപ്പം പറഞ്ഞ് അത്ത പണിയെടുക്കലുണ്ട്. ഇതിന് മുന്നേ പറഞ്ഞത് ഇവള് പണിയെടുത്ത് യൂട്യൂബിൽ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന കാലം ആ അത്താനെ ഇവള് ചവിട്ടി തേച്ചിന്. പണിയൊന്നും എടുക്കില്ല, മൂന്നെണ്ണത്തിന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തെക്ക് വടക്ക് നടക്കലാന്നെല്ലാം പറഞ്ഞ സാജിദയാണ് ഇപ്പോൾ ഒരു ലൈവിൽ വന്നിട്ട് ഉപ്പാക്ക് വേണ്ടിയിട്ട് കാളിക്കരിയുന്നു. എന്തായാലും മനുഷ്യനാണെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടാവും. പിന്നെ കുറ്റബോധം കൊണ്ട് കരയുന്നതാണോ? ഇതിന് മുന്നേ നീ എല്ലാവരും ലൈവിലിട്ട് വെറുപ്പിച്ചിട്ടില്ലേ? അതിന് വേണ്ടിയിട്ടുള്ളൊരു സഹതാപാണെന്നൊന്നും അറിയില്ല. കുറേ ആയി കണ്ടിട്ട്, കുറേ വർഷങ്ങളായി ഞാൻ എൻ്റെ അത്താനെ കണ്ടിട്ട്. എപ്പോൾ കണ്ടാലും എന്നെ നല്ല ഓർമ്മയാണ്. എവിടെ കണ്ടാലും ഷാജിയെ വിളിക്കും. അത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്താ പറയുക, എനിക്കിഷ്ടം എൻ്റെ പേര് എൻ്റെ അത്ത ഇട്ടതാണ്. എടി, ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും 12 മക്കളുണ്ടെങ്കിലാ 12 മക്കളായി ഉപ്പാക്കും ഉമ്മാക്കും ഒരുപോലെയാണ്. പക്ഷേങ്കിൽ ആ 12 മക്കൾ പല സ്വഭാവം ഉണ്ടാകാം. പക്ഷേങ്കിൽ ആ 12 മക്കളുടെ ആ രക്ഷിതാക്കൾക്ക് ഒരേ സ്വഭാവം ഉണ്ടാവില്ല. അതാണ് രക്ഷിതാവ് കേട്ടോ. ഇപ്പം നീ നിൻ്റെ സ്വഭാവം, ഇപ്പം നീ നിൻ്റെ മക്കളോട് ഒരേ സ്വഭാവത്തിൽ നീ പെരുമാറുന്നു. പക്ഷേ നാളെ ഒരു നാൾ നിനക്ക് 5 മക്കളുണ്ട്, 5 സ്വഭാവത്തിൽ എന്നോട് പെരുമാറാം. ഒരിക്കലും ഒരേ സ്വഭാവത്തിലൊന്നും മക്കൾ പെരുമാറൂല. പക്ഷേങ്കിൽ ഒരേ സ്വഭാവത്തിലെ 5 മക്കളല്ല 12 മക്കളുണ്ടായാലും ഒരു രക്ഷിതാവ് പെരുമാറും. അതാദ്യം മനസ്സിലാക്കണം നീ. എന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അത്താക്ക്. എൻ്റെ അത്താൻ്റെ ആൾക്കാർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അവരുടെ കാണലുണ്ട്, അത്താൻ്റെ പെങ്ങളുടെ അടുത്ത് പോകണം ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ആർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണമെങ്കിലും ആർക്കും ഒരു ഉപകാരം ചെയ്യണമെങ്കിലും എൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടാവണ ഒരു കാര്യം, എൻ്റെ അത്ത എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, എൻ്റെ അത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ചെയ്തു കൊടുക്കൽ. ഇതെല്ലാം നീ ആദ്യം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ അത്ത എവിടെയോ പോയി, അന്നേരം നിങ്ങളൊന്നും അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നിനക്ക് മനസ്സിലൊരു കുറ്റബോധം വന്ന്, ആ കുറ്റബോധത്തിൽ ഇപ്പം നീ ഒരുപാട് കരയുന്നു. അപ്പം ഇപ്പം അല്ല കരയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ എന്നും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഉപ്പാനും ഉമ്മാനും അച്ഛനമ്മനും പുറത്ത് വിടാൻ പാടില്ല. എത്രയൊക്കെ തള്ളി പറഞ്ഞാലും നമ്മുടെ തന്തയല്ലേ, നമ്മൾ ഉണ്ടാക്കിയ തന്തയല്ലേ. എങ്ങനെയൊക്കെ തള്ളിക്കളഞ്ഞാലും അതിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഉണ്ടാക്കിയത്. നിന്നോട് പല പ്രാവശ്യം നീ ലൈവിൽ വന്നിട്ട് നീ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നീ ഉപ്പാനും ഉമ്മാനും കുറ്റം പറയുമ്പോൾ പല കമൻസും നമ്മൾ കാണലുണ്ട്. ഉപ്പാനും ഉമ്മാനും ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, മക്കൾ ഇങ്ങനെ ലൈവായിട്ട് പരസ്യമായിട്ട് പറയാൻ പാടില്ല. പക്ഷെ അന്ന് നീ കമൻറ്റ് ചെയ്യുന്നവരെയൊക്കെ നീ തെറി വിളിച്ചിട്ടുണ്ട്, അതും നമ്മൾ കേട്ടതാണ്. ഇപ്പം നീ എല്ലാം ചെയ്തിട്ട് വന്നിട്ട് ഇതേപോലെ കുറ്റബോധം എന്താ പറയുക കുമ്പസരിച്ചിട്ട് ഒരു കാര്യമില്ല മോളെ. ബുദ്ധിയിലാണ് നടക്കുകയാണ്. കാരണം സ്വയം ബുദ്ധി ഉണ്ടെങ്കിൽ ആളങ്ങനെ ചെയ്യില്ല. ആൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല, വല്ല ഭ്രാന്തന്മാരെ പോലെ നടക്കും. 4 പുറം ഇന്ന് ഇവിടെ കണ്ട അവിടെ കാണില്ല. ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി, ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മാനോട് എനിക്ക് ഏറ്റവും വലിയ വെറുപ്പും ദേഷ്യവും എൻ്റെ അത്താനെ ആട്ടി ഓടിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എത്രയും വെറുപ്പും ദേഷ്യം തുടങ്ങിയത്. കാരണം എന്നത്തെ ഒരു ഭ്രാന്തനാണ് എൻ്റെ അത്ത. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രശ്നത്തിൽ ഉപ്പാനെ തള്ളിപ്പറയുന്ന അവസരത്തിൽ മക്കൾ ചേർത്ത് പിടിക്കണം ഉപ്പമാറ.
ഇനി ഉമ്മമാരെയായാലും ഉപ്പ തള്ളിപ്പറയുന്ന സമയത്ത് ഉമ്മാനെയും മക്കളെ ചേർത്ത് പിടിക്കണം, ഉമ്മ ഉപ്പാനെ തള്ളിപ്പറയുന്ന സമയത്ത് മക്കൾ ഉപ്പാനെയും ചേർത്ത് പിടിക്കണം. അതെല്ലാം ഒരു മക്കളുടെ കടമയാണ്. അന്ന് നീ ഒന്നും ചെയ്തില്ല, അന്ന് ഒന്നും ചെയ്യാണ്ട് അന്നും നീ കുറ്റം പറഞ്ഞ്, ഇതിനിടയിലും നീ കുറ്റം പറഞ്ഞ്, എന്നിട്ടിപ്പം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഉപ്പാനെ ഇപ്പം നല്ലത് പറഞ്ഞാൽ ആരും നിന്നെ വിശ്വസിക്കില്ല. കാരണം നിനക്കെന്തോ മാനസിക രോഗം എന്ന് വിചാരിക്കും. കാരണം ഇന്ന് നീ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നാളെ നീ അവരെ വീണ്ടും കുറ്റം പറയും. അതാണ് ഷാജിദ ഷാജി. എൻ്റെ അത്താനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഭാര്യയായിട്ട് നമ്മൾ ഭാര്യമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നോക്കാൻ ഡോക്ടർമാർ സമ്മതിക്കില്ല. ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞത്, പൈസ ഞാൻ ഇറക്കാം, നമ്മുടെ അത്താനെ നമ്മൾ കൊണ്ടുപോയി നോക്കാം, എവിടെയാണെങ്കിലും കൊണ്ടുപോയി നോക്കാന്ന് പറഞ്ഞാൽ എൻ്റെ തള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കൊണ്ടുപോയി നോക്കിക്കാന്ന് പറഞ്ഞത്. അത് നിൻ്റെ ഉമ്മാക്ക് നിൻ്റെ ഉപ്പാനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ചിലപ്പോൾ അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് പറഞ്ഞതായിരിക്കും. അത് അന്നേരം അങ്ങനെ ആരും വിശ്വസിക്കാൻ പാടില്ല. ഉപ്പാനെ കൈവിട്ട് കളയരുതടോ, ഉമ്മാനെയും കൈവിടരുത്. അതിനുള്ളൊക്കെ അനുഭവിക്കാണ്ട് എവിടെയും പോകുന്നില്ല. പിന്നെ നിങ്ങൾ എൻ്റെ തള്ളനെ വല്ലാണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടല്ലോ. എൻ്റെ തള്ള അത്ര നല്ല പിള്ളന്നല്ല. വീണ്ടും തുടങ്ങി തള്ളക്ക് വെച്ചിട്ട്. ഇത് എത്ര കിട്ടിയാലും ഇത് പഠിക്കൂല, എത്ര അറിഞ്ഞാൽ ഇവക്ക് അറിയൂല. വീണ്ടും ഇവള് കുറ്റം പറയുന്നു. അതാ നിന്നോട് നമ്മളെല്ലാവരും പറഞ്ഞു തരുന്നത്, എന്ത് കുറ്റങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അവരെ വെറുക്കാൻ പാടില്ല. അതാണ് മനുഷ്യൻ. ഇന്ന് നമ്മൾ ഉപ്പാനും ഉമ്മാനും വെറുത്ത് കഴിഞ്ഞാൽ നാളെ നിൻ്റെ മക്കൾ നിന്നെ വെറുക്കും. അത് സ്വാഭാവികം, അത് പാരമ്പര്യമാണ്. എല്ലാത്തിനും പാരമ്പര്യമുണ്ട്, അതുപോലെ ഇതിനും ഉണ്ടോ പാരമ്പര്യം. നിങ്ങൾ വിചാരിക്കുന്ന ആളേ അല്ല. എൻ്റെ അത്താനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചൊരു വ്യക്തിയാണ്. പിന്നെ 3 മക്കളെ നോക്കാൻ വേണ്ടി തന്ത്രം ഒഴിവാക്കി 3 ഉണ്ടാക്കാൻ നിനക്ക് എൻ്റെ അത്താനെ ആവശ്യം വന്നൂലേ? നിന്റെ 3 പെൺകുട്ടികളെ നീ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 ഉണ്ടാക്കിയത് എൻ്റെ അത്തയാണ്. ഒരിക്കലും ഒരാണില്ലാണ്ട് ഒരു പെണ്ണിനെത്തി കുട്ടികളെ കിട്ടില്ല. എൻ്റെ അത്താനെ നീ പുറന്തള്ളി എൻ്റെ അത്താനെ അടിച്ചു ഓട്ടിപ്പിച്ച ആളാണ്. എൻ്റെ അത്താനെ എന്താ പറയുക, ഞാൻ കുടുംബകഥകൾ ഇനി നിങ്ങളോട് പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അത്ത അധികം വരുമ്പോഴേക്കും ഇദ്ദേഹം അടിച്ചോടിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. കുടുംബക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭ്രാന്തനാണ് അവനൊന്നും അല്ല. അയാൾ അങ്ങനെ വിവരമില്ലാണ്ട് ചെയ്യുന്നുള്ള. നിൻ്റെ അത്താക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. തള്ളതിനൊക്കെ അനുഭവിക്കാണ്ട് എവിടെ പോവാൻ. എൻ്റെ അത്താനെ ലാസ്റ്റ് തല്ലിയവനാണ് ആക്സിഡൻറ്റിൽ മരിച്ചത്. ഒരാങ്ങള ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു. എൻ്റെ അത്താനെ തല്ലിയതാണ്. എൻ്റെ അത്താനെ തല്ലി വീഴ്ത്തിയതാണ്. പെങ്ങളുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ അത്താനെ തല്ലി വീഴ്ത്തിയതാണ് ലാസ്റ്റ്. അതിൻ്റെ ശേഷം എൻ്റെ അത്ത എൻ്റെ വീട്ടിലേക്ക് കാലുകുത്തിയിട്ടില്ല. അതുവരെ ഞങ്ങളുടെ കല്യാണങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു, ഞങ്ങൾ കാണുമായിരുന്നു, പോകുമായിരുന്നു. എൻ്റെ ഇക്കുള്ള വരയ്ക്കും ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്. എവിടെയാണെങ്കിലും ഞാൻ പൈസ കൊടുക്കും, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, ഡ്രസ്സ് കൊടുക്കും. എൻ്റെ ഇക്കാൻ്റെ ഡ്രസ്സ് കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ പുതിയ ഡ്രസ്സ് കൊടുക്കും. ഇപ്പം എൻ്റെ അത്താൻ എവിടെയെന്ന് തന്നെ എനിക്കറിയില്ല. എന്നെ കാണാൻ വേണ്ടി 2-3 പ്രാവശ്യം ഞങ്ങളുടെ നാട്ടിൽ വന്നു, പക്ഷെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അത്താനെ. അളിയൻ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ അളിയന് ചായ വെച്ച് കൊടുത്താൽ എൻ്റെ തള്ള എന്താ പറയില്ലല്ലോ, എന്താ നിൻ്റെ ഇളയച്ചന് അവനെ ഒഴിവാക്കിയിട്ട് ഇവനെ കെട്ടിക്കോ എന്ന് പറയുന്ന തള്ളയാണ് എൻ്റെ തള്ള. അപ്പം നീ 3 ഇപ്പം നീ 2 എന്നെ ഒഴിവാക്കിയതാണ്, എന്നെ മകളെല്ലാന്ന് പറഞ്ഞതാണ്. 2 നീ കെട്ടിപ്പിടിച്ചിരിക്കണ്ടെങ്കിൽ ആ കെട്ടിപ്പിടിച്ചിരിക്കണ അവളെ ഉണ്ടാക്കിയത് എൻ്റെ അത്തയാണ്. 2 നീ കെട്ടിപ്പിടിച്ചിട്ട് അവളെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആള് നീ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പടച്ചോനെടുത്ത് ഇന്നല്ലെങ്കിൽ നീ ഉത്തരം പറയണം, അറിയിപ്പിക്കും. അതന്നെ നിന്നോട് പറയാനുള്ളത്. നാളെ പടച്ചൻ്റെ വെക്കൽ എന്തായാലും കണക്ക് പറഞ്ഞു കൊടുക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പറയാൻ പറഞ്ഞു, ചെയ്യാൻ ചെയ്തു, സോഷ്യൽ മീഡിയ മൊത്തം നാറ്റി. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലത് പറയാൻ നോക്കുക. ഉപ്പയും ഉമ്മയാണ് നമ്മളെ പ്രസവിച്ച് പോറ്റി ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ വളർത്തി നോക്കിയ ഉപ്പയും ഉമ്മയാണ്. പടച്ചോൻ അത് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീ ഉത്തരം പറയിപ്പിക്കും. എൻ്റെ ഈ കണ്ണീരിന് അർത്ഥം ഉണ്ടെങ്കിൽ എൻ്റെ അത്താനെ ദ്രോഹിച്ചതിന് നീ അനുഭവിക്കും. പിന്നെ നിനക്ക് മൈമയൊക്കെ ഉണ്ടാവും. എന്ത് പെൺകുട്ടികളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, പെൺകുട്ടികളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. എൻ്റെ അത്തയൊക്കെ നോക്കിയിട്ടുണ്ട്. എൻ്റെ അത്ത നല്ലപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചെടിപ്പണിക്ക് പോയിട്ടും വേറെയുള്ള പണിക്ക് പോയിട്ടും ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടൊക്കെ എൻ്റെ അത്ത ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. നോക്കായിക്കൊന്നുമില്ല. ഉള്ള പൈസ 2000 ആയാലും, പ്രാന്തനാണെങ്കിലും 2000 ആയാലും 3000 ആയാലും കിട്ടണ പൈസ എൻ്റെ അത്ത കൊടുന്നു കൊടുത്തിട്ടുണ്ട്. അതെനിക്കറിയാം. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അത്താനെ കാണുന്നതല്ലേ, എനിക്കറിയും എൻ്റെ അത്ത എന്താണെന്ന്. നീ ചെറുപ്പം മുതലേ നിൻ്റെ അത്താനെ കണ്ടിട്ടാണോ നീ ഇങ്ങനത്തെ ഓരോ എന്താ പറയുക ബഹിടത്തരമൊക്കെ യൂട്യൂബിൽ വന്നിട്ട് വിളമ്പീന്? അതൊന്നും ഇനി നീ എന്ത് സത്യം
100,000 സത്യം വിളിച്ച് പറഞ്ഞാലും ഇനി ആരും നിന്നെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ അധികം ഇങ്ങനെ പറഞ്ഞ് ചെയ്ത തെറ്റിനൊന്നും മായ്ക്കാനൊന്നും നോക്കണം. പിന്നെ എൻ്റെ അത്താൻ ഈ കോലത്തിലാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തി കാരണം കൊണ്ടാണ്. എൻ്റെ അത്ത ഈ ലെവലിലായത് നിങ്ങളാണ്. ഇപ്പോഴും ഞാൻ നോക്കാൻ തയ്യാറാണ് പറഞ്ഞപ്പോൾ ആർക്കാ വേണ്ടിച്ച് കൊണ്ടുപോയി നോക്കാനാണ് പറഞ്ഞത്. അതിനൊക്കെ അനുഭവിക്കാണ്ട് എവിടെ പോവാനാ? പോവും, അത് ഉറപ്പാണ്. അന്നൊക്കെ പണ്ട് ആങ്ങളാരുടെ തെമ്പിൽ കടന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നത്. ആങ്ങളാര്, അവനവൻ്റെ വാപ്പാൻ്റെ മുതൽ, ഉമ്മ, 5-8 ആങ്ങളാര് ഒക്കെ ചത്തു ഒടുങ്ങി. 8 എണ്ണത്തിൽ 3 ബാലൻസ് ഉള്ളൂ. നമ്മൾക്ക് ആരോടായാലും എന്ത് ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ നാവിനെ നന്നായിട്ട് നിയന്ത്രിക്കുക. കാരണം നമ്മൾ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ചിരിക്ക് പുറത്ത് കഴിഞ്ഞാൽ പടിക്ക് പുറത്തുനിന്നാണ്. നമ്മളെ കയ്യിൽ നിന്ന് പോയ സാധനങ്ങൾ മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ. നമ്മളെ വായിൽ നിന്ന് പോയത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വെറുപ്പ് കുടുംബത്തോടോ മറ്റുള്ളവരോടോ ഫ്രണ്ട്സുമാരോടോ അയൽവക്കത്ത് ആരോടുണ്ടെങ്കിലും നമ്മളെ നാവിനെ സൂക്ഷിക്കുക. എല്ലില്ലാത്ത നാവോട് പലതും പറയരുത്. തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് പറയുന്നതൊക്കെ പടച്ചവൻ കേൾക്കും. അതിനുള്ള ഉത്തരവൻ തരും. അവൻ ഈ തെറ്റ് ചെയ്താക്ക് മാത്രമല്ല എല്ലാവർക്കും തരും. എനിക്കുണ്ടെങ്കിൽ എനിക്കും ഉണ്ടാവും, നിനക്കുണ്ടെങ്കിൽ നിനക്കും ഉണ്ടാവും.